സഹോദരങ്ങളെ, ഈ വർഷത്തെ റമദാൻ നമ്മെ മാറ്റണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 3 പ്രധാനമായ വിഷയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം ദീർഘായുസ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം നമ്മുടെ ആയുസ്സിൽ ഒരു വർഷത്തെ റമദാൻ മാസം നമുക്ക് ലഭിക്കുക എന്നത് ചില്ലറ കാര്യമല്ല, ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് ആയുസ് നീട്ടിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യണം. ഇനിയോ രണ്ടാമത്തെ വിഷയം ഏതാണ്? ആയുസ് മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, ആരോഗ്യം ലഭിക്കേണ്ടതുണ്ട്. ആയുസ് കിട്ടി പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, നമുക്ക് രാത്രി നമസ്കരിക്കാൻ കഴിയില്ല, ശാരീരികമായ മറ്റുള്ള ആരാധനകൾ നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരോഗ്യം എന്നുള്ളത് സിഹത്തും ആഫിയത്തും ഇസ്ലാമിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അത് മിഫ്താഹുൻ നഈം എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത്. സർവ്വ അനുഗ്രഹങ്ങളുടെയും താക്കോലാണ് സത്യത്തിൽ ആരോഗ്യമെന്നത്. മൂന്നാമത്തെ വിഷയം ഏതാണ്? നമുക്ക് ആയുസ്സും ആരോഗ്യവുമുണ്ട്, പക്ഷേ ചെയ്യാനുള്ള ഒരു തൗഫീഖ് വേണം. നന്മ ചെയ്യാനുള്ള തൗഫീഖ് അത് അള്ളാഹുവിങ്കിൽ നിന്ന് ഒരടിമക്ക് കിട്ടുന്ന സഹായമാണ്. നന്മ ചെയ്യാൻ തോന്നണം നമുക്ക്. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്, പക്ഷേ നന്മകൾ ചെയ്യാൻ അവർക്ക് തോന്നുകയില്ല. അങ്ങനെ കിട്ടിയ അവസരങ്ങൾ അവർ പാഴാക്കും. അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് തൗഫീഖ്. അതുകൊണ്ട് ആ തൗഫീഖിന് വേണ്ടിയും അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക. അതുകൊണ്ട് മറക്കാതെ ഈ കാര്യങ്ങൾ റമദാൻ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.